اللهم أعز الإسلام والمسلمين وأذل الشرك والمشركين. ഇത് ദ്വാരക്കാത്ത ഖതീബുണ്ടോ? ഇത് ദ്വാരക്കാത്ത മുസ്ലിയാമാരുണ്ടോ? എന്നാൽ ഇയാളിപ്പോൾ കഴിഞ്ഞ ദിവസം വന്നിട്ടൊരു പ്രസംഗം, അങ്ങനെ ദുആ ചെയ്യുന്നവർ വിവരമില്ലാത്തവരാണ്, അങ്ങനെ ദുആ ചെയ്യാൻ പാടില്ല, കാരണം അത് തെറ്റിദ്ധാരണ ഉണ്ടാക്കുന്നു. ഇവിടെ ആർക്കും തെറ്റിദ്ധാരണ തരണ്ടായില്ല. അമുസ്ലിമീങ്ങൾക്ക് നമ്മളപ്പം മജ്ലിസിൽ ഹൈന്ദവ സുഹൃത്തുക്കൾ വരുന്നുണ്ട്. കുരുവട്ടൂർ നോക്ക്, പല വിശ്വാസക്കാരുണ്ടാവും, ഹൈന്ദവ മതക്കാർ മറ്റോലൊക്കെ പലരും ഉണ്ടാവും. അവിടെയൊക്കെ ദ്വാരക്കുമ്പോൾ ഓൽക്ക് വരെ അതിൻ്റെ താല്പര്യം അറിയാം, അതിൻ്റെ സാഹചര്യം അറിയാം. ഇപ്പം ഫലസ്തീനികളിലെ പ്രത്യേകിച്ച് ചെറിയ മക്കളെ വളരെ മൃഗീയമായി ഇസ്രായേൽ കൊന്നൊടുക്കുമ്പോൾ ഇസ്രായേൽ എന്ന ശത്രുവിനെതിരിൽ അവരെ നശിപ്പിക്കണം എന്ന് ദ്വാരിക്കുമ്പോൾ ഏതെങ്കിലും ഒരു അമുസ്ലിം വിചാരിക്കും ഇത് അമ്മക്കെതിരുള്ള പ്രാർത്ഥനയാണ്? ആരും വിചാരിക്കൂല. കാരണം അവർക്ക് അറിയാം ഇസ്ലാമിനെ അറിയുന്നത് സൂഫിയാക്കളിലൂടെയാണ്, ഖാജ തങ്ങളിലൂടെയാണ്, മമ്പുറന്തങ്ങളിലൂടെയാണ്, മടവൂർ ശൈഖുനയിലൂടെയാണ്. അവര് പരിശുദ്ധ ഇസ്ലാമിന്റെ മൂല്യങ്ങൾ ഉയർത്തിപ്പിടിക്കുന്നതോടൊപ്പം മനുഷ്യനെ മനുഷ്യനായി കാണുന്നവരാണവർ. മനുഷ്യർക്കൊപ്പം എന്ന് പറഞ്ഞ് മനുഷ്യനെ ശത്രുവാക്കുന്നവരല്ല. അപ്പോൾ ഭയങ്കര വഴലാണെന്ത്, ഞങ്ങൾ മനുഷ്യർക്കൊപ്പം എന്ന പ്രമേയമാണ്, പക്ഷേ എൻ്റെ പ്രവർത്തകരെ നമ്മൾ സ്വാതന്ത്ര്യം മാത്രമായി പോകരുത്. ഇതൊക്കെ ഞങ്ങൾ എത്രയോ കാലം മുമ്പ് എനിക്ക് പറഞ്ഞെന്നാ. അപ്പം അത് എടുത്തു പറയാണ്, വിശദീകരിക്കേണ്ടിയുണ്ട്. ഓരോന്ന് ടൈമിനനുസരിച്ച്. ഇപ്പോൾ ഇബ്നു തൈമിയ കൂടുതൽ ടൈം വന്നുകൊണ്ട് അതിൽ ഇതൊക്കെ പറയേണ്ടതാണ്, വരുന്നുണ്ട്. ഓരോന്നും പറഞ്ഞ ഓരോ പോയിന്റും മശായിഖിൻ്റെ മദദിൽ ഞങ്ങൾ പോസ്റ്റ്മോർട്ടം ചെയ്യുക തന്നെ ചെയ്യും. അപ്പം ഞാൻ പറഞ്ഞു വന്നത്, സൂഫിയാക്കളാണ് ഇസ്ലാമിൻ്റെ ആളുകൾ. ഇവിടെയുള്ള പ്രത്യേകിച്ച് ഇന്ത്യ രാജ്യത്തുള്ള എല്ലാ മുസ്ലിമീങ്ങൾക്കും അറിയാം, അവർ മാനുഷികമായ പരിഗണന എല്ലാവരോടും നൽകും. അവർ ഗുണം ചെയ്യുമ്പോൾ ഇപ്പോൾ ഖാജാ തങ്ങളെടുത്ത് പോയോക്ക്, അവിടുത്തെ ദർബാറിൽ ഇപ്പം നമ്മൾ പോയ സ്ഥലങ്ങൾ, മഹാനരായ അഹ്മദ് അലാഉദ്ദീൻ സ്വാബിരി റളിയല്ലാഹു അൻഹു അവരെ കലിയർ ഷരീഫിൽ നമ്മൾ ശൈഖുനയുടെ നിർദ്ദേശത്തിൽ അവിടെ ചെന്നു. വലിയ വലിയ മഹാന്മാരുടെ സിയാറത്തുകൾ ചെയ്തു. അപ്പം അവിടെയൊക്കെ എല്ലാ മതക്കാരും വരുന്നു. ഡൽഹിയിൽ ചെന്നാൽ നിസാമുദ്ദീൻ ഔലിയ അവരുടെ ദർബാറിൽ, ഏർവാടിയിൽ, മമ്പറത്ത്, മടവൂരിൽ, ഇവിടൊക്കെ മശായിഖുമാർ എല്ലാവരെയും സ്വീകരിക്കും. അവിടെ അങ്ങനെ ഒരു പ്രശ്നമുള്ള കേന്ദ്രമല്ല. അപ്പം എല്ലാവർക്കും അറിയാം അങ്ങനെ ഒരു ദുആ അല്ലാതെ അത് നശിപ്പിക്കണേ എന്ന് ദ്വാരക്കുന്നത് ആരെയാണ്? ഇസ്രായേലിനെ പോലെ ഒരു സമൂഹത്തെ നശിപ്പിക്കാൻ വേണ്ടി ഇറങ്ങിപ്പുറപ്പെട്ടവർക്കെതിരെയുള്ള ദുആ ആണ് നശിപ്പിക്കണേ എന്ന ദുആ. ഇതറിയാത്തവരാരുമില്ല ഇവിടെ. ഓല് വരെ പ്രാർത്ഥിക്കുന്ന ആള്, ഇവിടുത്തെ ഹൈന്ദവ സഹോദരങ്ങൾ വരെ ഈ ഇസ്രായേലിനെ പോലെയുള്ള അക്രമികൾക്കെതിരെ ദ്വാരിക്കുന്നതാണ്. ഓല ഭാഷയിൽ ഒരു പ്രാർത്ഥിക്കുന്നുണ്ട്. അതിലൊന്നും പുതിയ വിവാദം എന്തിനാലേ ഉണ്ടാക്കുന്നത്? എത്ര കാലമായി ദ്വാരിക്കുന്നു? ഇവിടെ അങ്ങനെ ഒരു വിവാദം ഉണ്ടോ? ഒരു വിവാദം ഉണ്ടാക്കാനായിട്ട് ജനിച്ചൊരു ജന്മം. എന്നിട്ട് പറയും ആ ദ്വാരക്കാൻ പാടില്ല. അവിടെ 3-4 പോയിന്റ് ഉണ്ട്, നിങ്ങൾ പ്രത്യേകം കേൾക്കണം. അങ്ങനെ ദ്വാരക്കണവർക്ക് വിവരമല്ല, അങ്ങനെ ദ്വാരക്കാൻ പാടില്ല, അത് മുജാഹിദ് ഉണ്ടാക്കിയ ദുആ ആണ്. ഇതൊക്കെ ഇയാൾ പറയും. ഇതൊക്കെ ഞാൻ മാറ്റി പറയാൻ പോകുന്നുണ്ട്. സ്ഥിരതല്ലല്ലോ, ഫി അഖ്ലിഹി ശൈഉൻ. അതുകൊണ്ട് തന്നെ അയാൾക്ക് സ്ഥിരത ഉണ്ടാവില്ല. അപ്പം സ്ഥിരത ഇല്ലാതാവുമ്പോൾ പറഞ്ഞൊന്നും ഓർമ്മ ഉണ്ടാവില്ല, പിറ്റേന്ന് തന്നെ ഓർമ്മ ഉണ്ടാവില്ല. ഇബ്നു തൈമിയയുടെ അതേ സ്വഭാവം. ഒരു സ്ഥലത്ത് അത് പറയുന്നത് നേരെ അതിനപ്പുറത്തും പറയും. ഇനി വേറെ ഒരുത്തം പേരോട് പിന്നെ ജനിക്കുകയാണെങ്കിൽ പറയും പേരോട് പറഞ്ഞ ഒരാളുണ്ടായിരുന്നു, അയാൾ കുറച്ച് അങ്ങോട്ട് പറഞ്ഞു, കുറച്ച് ഇങ്ങോട്ട് പറഞ്ഞു, അയാളെക്കുറിച്ച് എന്ത് നിലപാട് പറയാനാണ് എന്ന് പറയേണ്ടി വരും. ഇതാണ് അവസ്ഥ. ഏതായാലും ആ ദുആക്കെതിരെ പറഞ്ഞ ആദ്യം അതൊന്ന് കേൾപ്പിച്ചു കൊടുക്കുക. ഞാൻ ഈ അടുത്ത് ഒരു യുക്തിവാദി ഉണ്ടാക്കിയൊരു ഫിത്ന ക്ലിപ്പ് കേട്ടു. ആ യുക്തിവാദി മാപ്പിളന്റെ മുസ്ലിമിന്റെ പേരുള്ളവനാ. അവൻ പറയാണ്, പള്ളിയിൽ നിന്നൊക്കെ ഈ ബഹുദൈവ വിശ്വാസികളെ നശിപ്പിക്കണമെന്നാണ് ദ്വാരക്കുന്നത്. അങ്ങനെ നശിപ്പിക്കണമെന്ന് ദ്വാരക്കല്ലോ നമ്മൾ. അവനെ പോലത്തെ ഏതോ വിവരം കെട്ട ഒരു ദ്വാരം തന്നെ നമ്മളാ ഉത്തരവാദി. അങ്ങനെ നമ്മൾ ദ്വാരക്കലില്ല. നമ്മൾ ദ്വാരക്കൽ എല്ലാവർക്കും ഹിദായത്ത്, സന്മാർഗം കൊടുക്കണേ, എല്ലാവരെയും നന്നാക്കണേ എന്നാണ് ദ്വാര ചെയ്യാറ്. ഏതെങ്കിലും വിവരമില്ലാത്ത ആരെങ്കിലും അങ്ങനെ ദ്വാരത്തിട്ടുണ്ടെങ്കിൽ അതിനൊട്ട് പണ്ഡിതന്മാർ ഉത്തരവാദിയും അല്ല. അല്ലാഹുമ്മ അഇസ്സൽ ഇസ്ലാമ വൽ മുസ്ലിമീൻ
വാദില്ല ശിർക വൽ മുശ്രിക്കീൻ എന്ന് ചില കൂടുതൽ അറിവില്ലാത്ത ആളുകൾ പ്രാർത്ഥിച്ചു പോകാറുണ്ട്. അത് വാസ്തവത്തിൽ ഞാൻ മനസ്സിലാക്കുന്നത് സുന്നികൾ ശിർക്ക് ചെയ്യുന്നവരാണെന്ന് വാദിച്ച പുത്തൻവാദികൾ ഉണ്ടാക്കിയ ഈ സുന്നികളെ നശിപ്പിക്കാൻ വേണ്ടി അവരുണ്ടാക്കിയ, കാരണം അവരുടെ ഭാഷയിൽ നമ്മൾ മുശ്രിക്കാം, നമ്മളെ നശിപ്പിക്കണമെന്ന നിലക്ക് അവരുണ്ടാക്കിയൊരു പ്രാർത്ഥനയാണോ എന്നെനിക്ക് സംശയമുണ്ട്. അതുകൊണ്ട് അത്തരം പ്രാർത്ഥനകളൊന്നും നമ്മൾ നടത്തണ്ട. നമുക്ക് ഖുർആനിൽ പറഞ്ഞ ധാരാളം ദുആ ഉണ്ട്, ഹദീസിൽ വന്ന ധാരാളം ദുആകളുണ്ട്, നമ്മളെ ഇമാമിങ്ങൾ പഠിപ്പിച്ച ദുആകളുണ്ട്. അത്തരം ദുആകളാണ് നമ്മൾ ദുആ ചെയ്യേണ്ടത്, അല്ലാത്ത ദുആകൾ അല്ല നടത്തേണ്ടത് എന്ന് കൂടുതൽ അറിവില്ലാത്ത ആരെങ്കിലും അങ്ങനെ ചെയ്യുന്നവരുണ്ടെങ്കിൽ അവരുടെയും കൂടി അറിവിന് വേണ്ടി ഞാൻ പറയുകയാണ്. നമ്മൾ തെറ്റിദ്ധാരണക്ക് വകയുണ്ടാക്കുന്ന കാര്യങ്ങളൊന്നും തന്നെ ചെയ്യാൻ പാടില്ല, പ്രവർത്തിക്കാൻ പാടില്ല. വളരെ ആഴത്തിൽ ചിന്തിച്ചുകൊണ്ട് വേണം നമ്മൾ ഏത് കാര്യങ്ങളും ചെയ്യാൻ. ആഴത്തിൽ ചിന്തിച്ച് പറയാണ്. ഞാൻ ക്ലിപ്പ് ഒന്നുകൂടി മോനെ, അതിൻ്റെ ഓരോ ഭാഗങ്ങൾ ശ്രദ്ധിക്കേണ്ടിയുണ്ട്. ആദ്യം പറയട്ടെ, എപ്പോൾ വിട്ട അതേ ക്ലിപ്പ് ഒന്നുകൂടി വെക്കുക. എത്ര കാര്യങ്ങളാണ് അയാളിൽ പറഞ്ഞതെന്ന് നമുക്കൊന്ന്. അയാൾ ഈ സമൂഹത്തിൻ്റെ മുമ്പിൽ ഒരു കളിപ്പാവയാണ്. ഇബ്നു തൈമിയയെക്കുറിച്ച് ഇബ്നു ഹജർ പറഞ്ഞൊരു വാക്കുണ്ട്, മുസ്ല, അന്തല്ലാത്ത കളിപ്പാവ. അതാണ് പേരോട് എന്നുള്ളത് ഇത് നിങ്ങൾക്ക് വ്യക്തമാവും. ഒന്നുകൂടി വെക്കുക. ഞാൻ ഈ അടുത്ത് ഒരു യുക്തിവാദി ഉണ്ടാക്കിയൊരു ഫിത്ന ക്ലിപ്പ് കേട്ടു. ആ യുക്തിവാദി ഒരു മിനിറ്റ്, ക്ലിപ്പ് കേട്ടത് ഈ എങ്ങനെ പറയല്? ക്ലിപ്പ് കേട്ട് പറയാൻ പാടില്ലല്ലോ. അപ്പം അതന്നെ പോയി, ഒന്ന് അവിടെ തന്നെ പോയി. ക്ലിപ്പ് കേട്ട യുക്തിവാദിയായാലും ആരായാലും. പിന്നെ പറയട്ടെ, ഒന്ന് ക്ലിപ്പ്. ആ യുക്തിവാദി മാപ്പിളന്റെ മുസ്ലിമിന്റെ പേരുള്ളവനാ. അവൻ പറയാണ് പള്ളിയിൽ നിന്നൊക്കെ ഈ ബഹുദൈവ വിശ്വാസികളെ. ഒരു മിനിറ്റ്, അവിടെ യുക്തിവാദിക്ക് വേണ്ടി ദീന് മാറ്റാം. ഇത് കുറച്ച് കാലമായിട്ടുണ്ട് എ പി സമസ്ത തുടങ്ങിയിട്ട്. യുക്തിവാദി ചോദ്യം ചെയ്തു കറാമത്തുകളെ. നിങ്ങൾക്ക് ഓർമ്മല്ലേ അന്ന് ഇയാൾ പ്രസംഗിച്ചത്? യുക്തിവാദികളും വഹാബികളും പറയും, അതുകൊണ്ട് സോഷ്യൽ മീഡിയ യുഗത്തിൽ കറാമത്ത് പറയാൻ പാടില്ല. യുക്തിവാദികളെ ഭയപ്പെട്ടതല്ല, ഇവനും യുക്തിവാദി ആയതാണ്. ഇസ്ലാമിൻ്റെ പേരുണ്ട്, ഇവനുണ്ടല്ലോ പേര് അബ്ദുറഹ്മാനുണ്ട്, മറ്റോനെ ആരിഫ് എന്നുണ്ട്, രണ്ടും ഭയങ്കര പേരാ. ഈ യുക്തിവാദിക്ക് വേണ്ടിയല്ലോ കറാമത്ത് പറയൽ നിർത്തിവെച്ചത് നിങ്ങൾ. അത് യുക്തിവാദിയെ സുഖിപ്പിക്കൽ കുറച്ച് കാലമായി തുടങ്ങിയിന്. ഉള്ളിൽ യുക്തിവാദം കടന്നു പോയതാ. കാരണം എന്താ? ലം യജിദ് ലഹു ശൈഖൻ യഹ്ദി. ശൈഖില്ലാതെയായി, യുക്തിവാദികളെ സഹായിക്കലായി. രണ്ടാമത്തെ പോയിന്റ്. ഇനി 3, നശിപ്പിക്കണമെന്നാണ് ദ്വാരക്കുന്നത്. അങ്ങനെ നശിപ്പിക്കണമെന്ന് ദ്വാരക്കല്ലോ. നമ്മൾ അവനെ പോലത്തേതോ വിവരം കെട്ട ഒരു ദ്വാരം തന്നെ നമ്മളാ ഉത്തരവാദി. അങ്ങനെ നമ്മൾ ദ്വാരക്കലില്ല. നമ്മൾ ദ്വാരക്കൽ എല്ലാവർക്കും ഹിദായത്ത്, സന്മാർഗം കൊടുക്കണേ, എല്ലാവരെയും നന്നാക്കണേ എന്നാണ് ദ്വാര ചെയ്യാറ്. ഏതെങ്കിലും വിവരമില്ലാത്ത ആരെങ്കിലും അങ്ങനെ ദ്വാരത്തിട്ടുണ്ടെങ്കിൽ അതിനൊട്ട് പണ്ഡിതന്മാർ ഉത്തരവാദിയും അല്ല. അവിടെ നിർത്ത്. ആ പോയിന്റ് പ്രത്യേകം ശ്രദ്ധിക്കാം. വിവരമില്ലാത്തവർ അങ്ങനെ ദ്വാരന്നിട്ടുണ്ടെങ്കിൽ അതിന് പണ്ഡിതന്മാർ ഉത്തരവാദിയല്ല. അതിലൊന്നും മുറിച്ചിട്ടില്ല കേട്ടൊന്നും. ഇത് ഓലെന്നെ പോസ്റ്റ് ചെയ്തതാണ്. നമ്മൾ ആ പ്രസംഗം ഇറക്കിയിട്ടല്ല, കോലുമില്ല. ആ 3 എണ്ണമായി. പിന്നെ 4 പറയട്ടെ. അല്ലാഹുമ്മ അഇസ്സൽ ഇസ്ലാമ വൽ മുസ്ലിമീൻ വഅദില്ല ശിർക വൽ മുശ്രിക്കീൻ എന്ന് ചില കൂടുതൽ അറിവില്ലാത്ത ആളുകൾ പ്രാർത്ഥിച്ചു പോകാറുണ്ട്. അപ്പൊ അഇസ്സൽ ഇസ്ലാമ വൽ മുസ്ലിമീൻ എന്ന് ദ്വാരുന്നവരാരാ? കൂടുതൽ അറിവില്ലാത്തവർ, വിവരമില്ലാത്തവർ. വലിയ വിവരമുള്ള വിവരത്തിന്റെ കട്ടയല്ലേ പ്രസംഗിക്കുന്നത്. ഇനി അടുത്ത് പോകാറുണ്ട്. അത് വാസ്തവത്തിൽ ഞാൻ മനസ്സിലാക്കുന്നത് സുന്നികൾ ശിർക്ക് ചെയ്യുന്നവരാണെന്ന് വാദിച്ച പുത്തൻവാദികൾ ഉണ്ടാക്കിയ ഈ സുന്നികളെ നശിപ്പിക്കാൻ വേണ്ടി അവരുണ്ടാക്കിയ, കാരണം അവരുടെ ഭാഷയിൽ ഇനിയിപ്പോ എന്തായാലും പറയാൻ ബാക്കി. അഇസ്സൽ ഇസ്ലാമ വൽ മുസ്ലിമീൻ എന്ന ദുആ പുത്തൻവാദികൾ ഉണ്ടാക്കിയതാണ് എന്ന് മൂപ്പര് സംശയിക്കാണ്. സംശയമല്ലാതെ ഉറപ്പല്ലേ? സംശയം എന്ന് പറഞ്ഞാൽ പറയല്. അപ്പോൾ ബിദ്അത്തുകാരുണ്ടാക്കിയത് വിവരമുള്ളവർ പറയില്ല, വിവരം കുറഞ്ഞവരെ പറയുള്ളൂ. ഒക്കെ റെഡി. ഇനി അടുത്ത് പറയും. മുശ്രിക്കാൻ നമ്മളെ നശിപ്പിക്കണമെന്ന നിലക്ക് അവരുണ്ടാക്കിയൊരു പ്രാർത്ഥനയാണോ എന്നെനിക്ക് സംശയമുണ്ട്. അതുകൊണ്ട് അത്തരം പ്രാർത്ഥനകളൊന്നും നമ്മൾ നടത്തണ്ട. നമുക്ക് ഖുർആനിൽ പറഞ്ഞ ധാരാളം പ്രാർത്ഥനകളൊന്നും നമ്മൾ നടത്തണ്ട. അഇസ്സൽ ഇസ്ലാം പ്രാർത്ഥിക്കണ്ട. മലയാളമാണ് ഇത്, അറബിയൊന്നും അല്ല, എല്ലാവർക്കും തിരിയും. ഞാൻ അടുത്ത് വെക്ക്. ഹദീസിൽ വന്ന ധാരാളം ദുആകളുണ്ട്, നമ്മളെ ഇമാമിങ്ങൾ പഠിപ്പിച്ച ദുആകളുണ്ട്. ഹദീസിൽ അതിൽ അപ്പുറം ദുആ ഉണ്ട്, ഖുർആനിലും ഉണ്ട്. അതൊന്നും ഇപ്പൊ പറഞ്ഞ അത്ര നേരം ബാക്കി പറയും. ദുആകളാണ് നമ്മൾ ദുആ ചെയ്യേണ്ടത്, അല്ലാത്ത ദുആകൾ അല്ല നടത്തേണ്ടത് എന്ന് കൂടുതൽ അറിവില്ലാത്ത ആരെങ്കിലും അങ്ങനെ ചെയ്യുന്നവരുണ്ടെങ്കിൽ അവരുടെയും കൂടി അറിവിന് വേണ്ടി ഞാൻ പറയുകയാണ്. കൂടുതൽ അറിവില്ലാത്തവർ അങ്ങനെ ദ്വാരക്കുന്നുണ്ടെങ്കിൽ അവരെ അറിവിലേക്ക് കൂടിയാണ് ഇയാളിത് പറയുന്നത്.
വളരെ വ്യക്താത്. പേരോടെന്ന ആള് മുസ്ല, കളിപ്പാവയാണ്, ലാ അഖ്ല ലഹു എന്നതിൻ്റെ ഏറ്റവും വലിയ തെളിവാണിത്. പിന്നെ അടുത്ത് പറയട്ടെ, ുണ്ടെങ്കിൽ അവരുടെ കൂടി അറിവിന് വേണ്ടി ഞാൻ പറയുകയാണ്, നമ്മൾ തെറ്റിദ്ധാരണക്ക് വകയുണ്ടാക്കുന്ന കാര്യങ്ങളൊന്നും തന്നെ ചെയ്യാൻ പാടില്ല. തെറ്റിദ്ധാരണ അത് ഭയങ്കര പ്രശ്നമായാക്കും. അതുകൊണ്ടാണ് കുത്തുബില്ലാരും ഒഴിവാക്കാൻ പറഞ്ഞ്, ഇതൊക്കെ ഒഴിവാക്കാൻ പറഞ്ഞ്. തെറ്റിദ്ധാരണ വരുന്ന ഒരു സംഭവം പാടില്ല എന്നാണ്. ഇനി അടുത്ത് കഴിഞ്ഞോ? അപ്പോൾ അങ്ങനെ നമ്മൾ ദ്വേർക്കാൻ പാടില്ല. ഇതൊക്കെ നിങ്ങൾ കേട്ടല്ലോ, കൃത്യമായി എഴുതി വെച്ചോട്ടോ. ഞാൻ നേരെ എതിരാ പറയാൻ പോണു. ഇത് വന്നപ്പോൾ എന്താ ഉണ്ടായത്? അല്ലാഹുമ്മ ഇസ്സൽ ഇസ്ലാമ വൽ മുസ്ലിമീൻ വഅദില്ല ശിർക വൽ മുശ്രിക്കീൻ. ഈ ദുആ പാടില്ല. അത് വിവരമില്ലാത്തവൻ നടത്തുന്ന പ്രാർത്ഥനയാണ്. അതാരെങ്കിലും നടത്തുന്നുണ്ടെങ്കിൽ ഓൻ്റെ ശ്രദ്ധയിലേക്ക് കൂടിയാണ് ഞാൻ പറയുന്നത്. വിവരമില്ലാത്തവനാണ് അവൻ, അല്ലേ? ആരും അങ്ങനെ തെറ്റിദ്ധാരണക്ക് വകയുള്ളത് ദ്വാരക്കാൻ പാടില്ല. ഇങ്ങനെയുള്ള എത്രയോ പറഞ്ഞു വെച്ചില്ലേ. സോഷ്യൽ മീഡിയ ഇയാളാണ് കൈകാര്യം ചെയ്തത്. അതാ വരുന്ന ദുആഇൻ്റെ പരമ്പര ഫുള്ള് വന്നു. നമ്മൾ എല്ലാം കൂടി വിടുന്നില്ല. ചിലർ ക്യൂവിലാണ് ആ ദുആ ദ്വാരക്കാൻ വേണ്ടിയിട്ട്. ആദ്യം കാന്തപുരം അബൂബക്കർ മുസ്ലിയാരെ ക്ഷണിക്കുന്നു. اللهم اعز الاسلام والمسلمين واذل الشرك والمشركين. اللهم انصر المسلمين في مشارق الارض ومغاربها. اللهم انصر المسلمين في مشارق الارض ومغاربها يا ارحم الراحمين. اللهم اعز ഇസ്ലാമ വൽ മുസ്ലിമീൻ. അപ്പൊ കാന്തപുരം അബൂബക്കർ മുസ്ലിയാരെ വിശേഷണങ്ങൾ ഇപ്പം എന്തൊക്കെ? കൂടുതൽ വിവരമില്ലാത്തവരുടെ പ്രാർത്ഥനയാണത്. മാത്രമല്ല അത്തരം ആളുകളുടെ അറിവിലേക്കാണ് ഞാൻ സംസാരിക്കുന്നത്. അപ്പൊ കാന്തപുരാണ് ആദ്യമായിട്ട് ഇത് കേൾക്കേണ്ടി. മാത്രമല്ല തെറ്റിദ്ധാരണ ഉണ്ടാക്കുന്ന പണിയാണ് കാന്തപുരം അബൂബക്കർ മുസ്ലിയാർ എടുത്തിട്ടുള്ളത്. ഇത് ഒഴിവാക്കണമെന്നാണ് അയാളുടെ നസീഹത്ത്. കുറച്ചുകൂടിയാണ് പോയപ്പണ്ട് നമ്മളെ ബാഫക്കി തങ്ങൾ സിറാജുൽ ഉദയ്ക്ക് ഉത്തരം തന്നെ ദ്വാരിക്കണം. പേരോടൊപ്പം തേന്ന് പണി മുട്ടായി ഉണ്ടാക്കാൻ പോയതാ. സിറാജുൽ ഉദയിലെ പരിപാടിയിൽ ബാഫക്കി തങ്ങളുണ്ട് ദ്വാരിക്കണം. വെച്ചോടുക്ക്. أعوذ بك من النار وما قرب إليها من قول وعمل ونية واعتقاد. اللهم أعز الإسلام والمسلمين وأذل الشرك والمشركين. ജാമിയ സിറാജുൽ ഉദയിൽ തെറ്റിദ്ധാരണ ഉണ്ടാക്കണ പണി. വിവരല്ലാതെ കയറി എന്താ ബാഫക്കി തങ്ങളെ കൂടുതൽ വിവരല്ലാതെ ആയോ? ഈയാദി പണികൾ ചെയ്യാൻ പാടുണ്ടോ? അത് സിറാജുൽ ഉദയിൽ മാത്രമല്ല, തങ്ങളെപ്പോഴും വരയ്ക്കണന്നെ. വേറൊന്നുകൂടി കാണിച്ചു കൊടുക്കും. اللهم أعز الإسلام والمسلمين وأذل الشرك والمشركين ولا تسلط علينا. അതാണ്. അപ്പൊ പിന്നെ നെല്ലിക്കുത്ത് ഉസ്താദിന്റെ ഖുത്തുബിക്കാണ് പോയാലോ? ഞാൻ വായിക്കുന്നുണ്ട്. അതിന് മുമ്പ് പോലെ ക്യൂവിൽ നിൽക്കുന്ന ആൾക്കാരൊന്ന് തീരട്ടെ. ഇനി കോട്ടൂർ ഉസ്താദ് ഒക്കെ വിവരമില്ലല്ലോ. വിവരമുള്ളതാ ഞാനല്ലേ അതിന് മറുപടി പറഞ്ഞു. ഞാനല്ലേ അന്നുണ്ടായത്. ഞാനുലുലമുണ്ടല്ലോ ഇവിടെ. ആർക്കും വിവരമില്ലല്ലോ. ഇവന് മാത്രം വിവരം ആകാശത്ത് ഇങ്ങോട്ട് വരലല്ലേ. വെച്ചു കൊടുക്ക് കോട്ടൂർ ഉസ്താദിന്റെ ദുആ. بعلومهم وعز الإسلام والمسلمين وأذل الشرك والمشركين ودمر أعداءنا وأعداءك أعداء الدين. اللهم بحقهم وبجاههم وعز أهل السنة والجماعة وأذل أهل الزيغ والضلال. തീരെ വിവരല്ലേ. ഐസൽ ഇസ്ലാമിയിലും നിർത്തിയില്ല. ഐസ അഹ്ല സുന്നത്തി വൽ ജമാഅ വഅദില്ല അഹ്ലൽ ബിദ്അത്തി വദ്ദലാല. പേരോടക്കം ഇസ്സത്തില്ലാത്ത അവസ്ഥയിലായിട്ടോ. എന്താ കോട്ടൂർ ഉസ്താദേ, ഒരു വിവരം ഉണ്ടോ വേണ്ടേ? വിവരമുള്ള ആളെ ഉപദേശങ്ങൾ കേട്ടിയില്ലേ? എന്താ അങ്ങക്ക് പറ്റിപ്പോയത്? ഇനി നമ്മളെ മുട്ടിപ്പടിത്തങ്ങൾ റെഡിയായി നിൽക്കുന്നുണ്ട്. എന്താ ദുആ? ഇവൽക്കാർക്കും ഇത് വിവരമില്ലാത്തതാണ് വലിയ. ഏതായാലും തങ്ങൾ വന്നോട്ടെ, എങ്ങളൊന്ന് ദ്വാരക്കി. إزيل بليلة القدر التي هي خير من 1000 شهر. اللهم أعز الإسلام والمسلمين وأذل الشرك والمشركين. اللهم اجعل هذا المعهد معهد المعاهد. اللهم ارفعه. സാറായിട്ടുണ്ട്.
എന്താ നിങ്ങളിതൊന്നും പഠിച്ചു വരാത്ത തെറ്റിദ്ധാരണ ഉണ്ടാക്കുന്ന ദുആ നടത്താൻ പാടുണ്ടോ? വലിയ ആള് പറഞ്ഞത് കേട്ടില്ല നിങ്ങൾ. നെല്ലിക്കുത്ത് ഉസ്താദിന്റെ ഖുതുബ അവിടെ ഒന്നും നിൽക്കണില്ല, ഐസന്റെ ഒക്കെ അപ്പുറത്ത് പോവാണ്. അല്ലാഹുമ്മ അഹ്ലികിൽ കഫറത വൽ മുശ്രികീൻ അഅദാഅക വഅഅദാഅദ്ദീൻ. എന്നിട്ട് പറയാണ് അല്ലാഹുമ്മ ഖർരിബ് ദിയാറഹും നക്കിസ് അഅലാമഹും യത്തിമ്മ തുഫാലഹും സൽസിൽ അഖ്ദാമഹും ശത്തിത് ജുമൂഅഹും വജ്അൽഹും വഅംവാലഹും വഔലാദഹും ഗനീമത്തൻ ലിൽ മുസ്ലിമീൻ. ഇതെല്ലാം കൂടി അർത്ഥം വെച്ച അയാൾ ബോധം കെട്ട് വീണു. ഈ ചങ്ങായിക്ക് എന്താ പറ്റിപ്പോയത്? സെന്റർ പോയിന്റിൽ കുടുങ്ങിപ്പോയി. ഹാഫിദായിട്ട് അല്ല മതി എന്നല്ലേ പറ. പിന്നെ ബോധ്യപ്പെടാത്തത് മുമ്പ് പറയൂലട്ടോ, പറയൂലല്ലോ. വേറെ ഒന്ന് പറഞ്ഞു കൊടുക്ക്, ഒന്ന് പറഞ്ഞു കൊടുക്ക്. ആ പക്ഷെ ഒരു കാര്യം പറയാൻ ധൈര്യമുണ്ട്. അതെന്താണ്? അല്ലാഹുവിന്റെ ദീൻ ജനങ്ങളോട് പറയുമ്പോൾ നമുക്ക് സത്യമാണെന്ന് ബോധ്യപ്പെട്ടതല്ലാതെ ജീവിതത്തിൽ പറഞ്ഞിട്ടില്ല. 45 വർഷമായി അല്ലാഹുവിന്റെ തൗഫീഖ് കൊണ്ട് ഞാൻ പ്രസംഗിക്കുന്നുണ്ട്. ഇന്നേവരെ ഹഖാണെന്ന് ബോധ്യപ്പെട്ടതല്ലാതെ ജനങ്ങളോട് പറഞ്ഞിട്ടില്ല. തെറ്റാണെന്ന് ബോധ്യപ്പെട്ടതിനെയില്ലാതെ വിമർശിച്ചിട്ടില്ല. അത് ധൈര്യത്തോടെ പറയാൻ കഴിയും. മനഃപൂർവ്വം ഒരു തെറ്റും ആളുകളെ പഠിപ്പിച്ചിട്ടില്ല. മനഃപൂർവ്വം ഒരു ശരിയും ആളുകളെ കേൾപ്പിച്ചിട്ടില്ല. ഇയൊന്നും 450 കൊല്ലം പ്രസംഗിച്ചിട്ടും കാര്യമില്ല. എന്ത് 45? എന്ത് നുണയെ വിളിച്ചു പറയണ്? ബോധ്യപ്പെട്ടതല്ലാതെ ഞാൻ പറഞ്ഞിട്ടില്ല. ഞാൻ ഒരു കാര്യത്തെ വിമർശിച്ചിട്ടുണ്ടെങ്കിൽ അത് തെറ്റാണെന്ന് ബോധ്യപ്പെട്ടതിന് ശേഷമല്ലാതെ വിമർശിക്കൂല. അപ്പൊ ഐസൽ ഇസ്ലാം വൽ മുസ്ലിമീൻ എന്നത് ശരിയല്ലെന്ന് ഇയാൾ വിമർശിക്കണമെങ്കിൽ എന്ത് വേണം? ആഴത്തിൽ പഠനം നടത്തണം അയാൾ. എന്നിട്ട് കണ്ടെത്തണം. സത്യമാണെന്ന് ബോധ്യപ്പെട്ടതേ പറയാൻ പറ്റൂ അയാൾക്ക്. എന്താ അവസ്ഥ? അങ്ങനെ എല്ലാവരും കൂടിയാണ് ഇറങ്ങി. എന്നോട് ഫസ്റ്റ് ഒരു സ്റ്റേറ്റ് നേതാവ് ഇത് വന്നപ്പോൾ എന്നോട് പറഞ്ഞു, അയാളെ പേര് പറഞ്ഞ് അയാളെ സ്ഥാനം തെറിപ്പിക്കണ്ട, യാത്രയിൽ അയാളുണ്ട്. അയാൾ എന്നോട് പറഞ്ഞു, പേരോടിനെ ഏതെങ്കിലും ഒരു റൂമിൽ അടച്ചു പൂട്ടേണ്ട സമയം അതിക്രമിച്ചിരിക്കുന്നു എന്നാണ് അവരെ ഒരു സ്റ്റേറ്റ് നേതാവ് ഈ ഐസൽ ഇസ്ലാം വിട്ടെന്ന് എന്നോട് പറഞ്ഞു. ഞാൻ പറഞ്ഞു, നിങ്ങൾ പൂട്ടണില്ലെങ്കിൽ ഞങ്ങൾ പൂട്ടാൻ റെഡിയാണ് കേട്ടോ. വേറൊരാൾ പറഞ്ഞത് ഇയാളെ ഉപ്പിലിട്ട് വെക്കാൻ സമയമായിട്ടുണ്ട് എന്നാണ്. ഓരോരുത്തരും ഓരോ അഭിപ്രായം. നിങ്ങളാളുകൾ പറഞ്ഞ അഭിപ്രായ എന്താ പതി പറയണത്? എന്നിട്ട് അയാൾ എന്നിട്ടല്ലേ ബാക്കിയുള്ള കളി. അതിന് ഒറ്റ പണിയേ ഉള്ളൂ. ഞാൻ അങ്ങനെ പറഞ്ഞത് തെറ്റിപ്പോയി, അതുകൊണ്ട് നിങ്ങൾ പൊരുത്തപ്പെട്ട് തരണം. ഇത് പറഞ്ഞാൽ മതി. പക്ഷേ പറയൂലല്ലോ, പറയൂല. അത് പറയൂല. അത് പറഞ്ഞാൽ പോയില്ലേ കഥ. പിന്നെ തുടങ്ങിയില്ലേ ഉരുളലോടുരുളലായി. എന്താ പിന്നെ പറഞ്ഞ്? ഞാൻ പറഞ്ഞത് ചിലർ ക്ലിപ്പാക്കി വിട്ടോൽക്കാ പ്രശ്നം. അയാൾക്ക് പ്രശ്നമൊന്നുമില്ല. വിട്ടത് നമ്മളല്ല, ഓലെന്നെയാണ്. ഓലെന്നെ വിട്ട്. ഞാനെങ്ങനെ ഒന്നും പറഞ്ഞിട്ടില്ല. ഞാൻ പറഞ്ഞതിനെ തെറ്റിദ്ധരിപ്പിച്ചതാണ്. ഓ കേട്ടോ, ഇയാളെ ഒരു സാധനം എന്താന്ന് ഇത് മതി. ഇത് ഓരോന്ന് കിട്ടിയാൽ നമുക്കത് ആളുകൾക്ക് വ്യക്തമായിട്ട് പറഞ്ഞു കൊടുക്കാമല്ലോ. തിരുത്ത് എന്നല്ല, നേർക്ക് നേരെ അയാൾ തിരുത്തൂല. അയാൾ കിടന്ന് വയലാണ് ശരിക്ക് കേട്ടോ. അയാൾ അടുത്ത പ്രസംഗത്തിൽ വെച്ചോളൂ. എതിരാളികളെ പ്രകോപിപ്പിക്കുന്ന ശൈലിയിൽ സംസാരിക്കാനും പാടില്ല, പ്രാർത്ഥിക്കാനും പാടില്ല, തെറ്റിദ്ധാരണ ഉണ്ടാക്കുന്ന വിധത്തിൽ പ്രാർത്ഥിക്കാനും പാടില്ല. അത് അറബിയിലും മലയാളത്തിലും രണ്ടിയാതിയൊന്നുമില്ല. മലയാളത്തിൽ പ്രാർത്ഥിക്കുന്നതിനെയാണ് അറബിയിലും പ്രാർത്ഥിക്കുക, അറബി പ്രാർത്ഥിക്കുന്നതിനെയാണ് മലയാളത്തിലും പ്രാർത്ഥിക്കുക. പ്രാർത്ഥിക്കുന്നത് അള്ളാഹുവിനോടാണ്. അള്ളാഹുവിന് എല്ലാ ഭാഷയും തുല്യമാണ്. സുഹൃത്തുക്കളെ, ഇതാണ് ഞാൻ പറഞ്ഞതിന്റെ അർത്ഥം. ഏടെങ്കിലും സുബ്ഹാനല്ലാഹ് അതിന്റെ ചില ഭാഗങ്ങൾ എടുത്ത് അതിന്റെ വിശദീകരണം മനസ്സിലാക്കാതെ ഒരു പ്രസംഗത്തിന്റെ ഒരു ഭാഗം എടുത്ത് സുബ്ഹാനല്ലാഹ് അല്ലാഹുമ്മ അഇസ്സൽ ഇസ്ലാമ വൽ മുസ്ലിമീൻ നമ്മളെ ഇമാമിങ്ങൾ നമ്മളെ പണ്ഡിതന്മാർ ദ്വാരക്കാറില്ലേ എന്നൊക്കെ ചോദിച്ച് ചിലരിങ്ങനെ അതിങ്ങനെ മുറിച്ചിടുന്ന കുറെ ആൾക്കാരുണ്ട്. വെറുതെ മുറിച്ചിടാൻ നിൽക്കണ്ട, ഞാൻ തന്നെ ഉണ്ടാവും. അല്ലാഹുമ്മ അഇസ്സൽ ഇസ്ലാമ വൽ മുസ്ലിമീൻ വഅദില്ല ശിർക വൽ മുശ്രികീൻ എന്ന ദുആ അതൊരിക്കലും പൊതുവെ മൊത്തത്തിൽ ബഹുദൈവവിശ്വാസികൾക്കെതിരെയുള്ള ദുആയാണെന്ന് നാം മനസ്സിലാക്കാൻ പാടില്ല. അത് ജാഹിദുൽ കുഫാറ എന്ന് പറഞ്ഞ സ്ഥലത്തും അങ്ങനെ ആരും മനസ്സിലാക്കിയിട്ടില്ല. ഇവിടെ ആരെങ്കിലും അങ്ങനെ മനസ്സിലാക്കിയിട്ടുണ്ടോ? ഒരിക്കലും ഇല്ലല്ലോ. എന്നിട്ട് പറയാം, ഞാൻ വരെ ഇതുവായിരുന്നു ഉണ്ടാവും. അപ്പൊ ഈ അറിവില്ലാത്തവനായി, വിവരമില്ലാത്തവനായി, തെറ്റിദ്ധാരണ ഉണ്ടാക്കുന്ന ആളായി. ഈ പറഞ്ഞ എല്ലാ വിശേഷണവും താങ്കൾക്കും വന്നു.
മലയാളത്തിലാണ് പേരോട് മൗലവി താങ്കൾ ഇത് പറഞ്ഞ്. മലയാളികൾ അത് കേട്ടത് ഞാൻ ഓരോന്ന് കേൾപ്പിച്ചെന്തിനാ? താങ്കളത് പറഞ്ഞതിൻ്റെ കൃത്യതയാണത്. ഇപ്പൊ താങ്കൾ പറയുന്നു അങ്ങനെ ഞാൻ പറഞ്ഞതിൻ്റെ അർത്ഥമില്ല. എന്നിട്ട് വിവരമില്ലാന്ന് ഇയാൾ പറഞ്ഞ യുക്തിവാദിനെ കുറിച്ച് പറഞ്ഞാത്രേ. എന്താ സാധനം കേട്ടോളൂ. അടുത്ത് എന്നോ അല്ലെങ്കിൽ അഹ്ലിക്കിൽ മുശ്രിക്കീൻ എന്നോ അല്ലെങ്കിൽ അതില്ല ശിർക്ക് വൽ മുശ്രിക്കീൻ എന്നോ ചില ഏടുകളിൽ കണ്ട് അത് അങ്ങനെ തന്നെ ദുആയിൽ കൊണ്ടുവരുന്നവരുണ്ടാകാം. അവരൊക്കെ പഴച്ചു പോയവരാണ്, വിവരമില്ലാത്തവരാണ് എന്നൊന്നുമല്ല ഞാൻ പറഞ്ഞത് ആ വ്യക്തിക്ക് അതിനെ സംബന്ധിച്ച് വിവരം ഇല്ല. അത്തരം പ്രാർത്ഥനകൾ പൊക്കിപ്പിടിച്ച് തീവ്രവാദവും ഭീകരവാദവും പ്രചരിപ്പിക്കുന്നവർക്കും വിവരം ഇല്ല. ഏതുപോലെ അത് കൂടുതലായി അപ്പോൾ വിശദീകരിക്കാൻ എനിക്ക് സമയം കിട്ടിയിട്ടുണ്ടായിരുന്നില്ല. ഇന്നലെ കുറ്റിയാടിയിൽ വെച്ച് പ്രസംഗിക്കുമ്പോൾ ഞാൻ കൂടുതൽ വിശദീകരിച്ചിട്ടുണ്ട്. അതൊക്കെ നിങ്ങളെ കയ്യിലെത്തുമ്പോൾ നിങ്ങൾ കേട്ടിട്ടുണ്ട്. അത് അതിലേറെ കൊളായി. എന്താ ഇപ്പൊ രണ്ടാമത്തെ വിശദീകരണത്തിൽ പറഞ്ഞ് അറിവില്ലാതെ ഞാൻ പറഞ്ഞത് ആ യുക്തിവാദിക്ക് അറിവില്ലാതാണ്. നേരത്തെ മലയാളത്തിലല്ലേ നമ്മൾ കേട്ട് കൂടുതൽ വിവരമില്ലാത്തവർ അറിവില്ലാത്തവരാണിത് ദ്വാരക്കുക, തെറ്റിദ്ധാരണ ഉണ്ടാക്കുന്ന ദ്വാണ്. ഇതൊക്കെ പറഞ്ഞ ചങ്ങായി പിന്നെ പറയും ഞാൻ പറഞ്ഞത് ആ വാദിച്ചു നടക്കുന്ന യുക്തിവാദിക്ക് വിവരമില്ല എന്നാണ്. എന്താ ഇയാളെ ചെയ്യാ? കുതിരവട്ടത്തൊടുക്കാത്ത അവസ്ഥയിലേക്കല്ല ഇപ്പോൾ. കഴിഞ്ഞിട്ടില്ല. ഇത് ഭയങ്കര. പിന്നെന്താ പറയുക, പിന്നെ 2-3 വാദം ഞാൻ ശ്രദ്ധിച്ചു. അതിൻ്റെ ശേഷം ഫുള്ള് ഐസൽ ഇസ്ലാമാണ്. ഏതോ ഒരു നാട്ടിൽ പോയി പറയുന്നുണ്ട്, അവിടെ ഇത് കേട്ടിട്ട് തന്നെ എല്ലാവരും ഐസൽ ഇസ്ലാമിൻ്റെ വിവരം. ആൾക്കാരൊക്കെ അങ്ങനെ മേൽപ്പെട്ട് നോക്കണ്ട. എന്താ ഈ ചങ്ങായി പറയുന്നത്, എന്തോ ഒരു വിവാദമാണ് പറയുന്നത്, ആൾക്കാർക്ക് അത് മാത്രമേ അറിയുള്ളൂ. ഉരുണ്ടുകളിയുടെ വ്യത്യസ്ത രൂപങ്ങൾ, ഭാവങ്ങൾ. AP സമസ്തയുടെ ഇന്നത്തെ അവസ്ഥ ഇബ്നു തൈമിയ്യ എത്തിയ അതേ അവസ്ഥ തന്നെ. കഴിഞ്ഞിട്ടില്ല കേട്ടോ. അടുത്ത വിശദീകരണം കൂടുതൽ ഒരുപാടുണ്ടത്. നേരം നമുക്ക് നിർത്തുമാണ്. അടുത്ത വിശദീകരണം കേട്ടോ. അവർക്ക് ഹിദായത്തിന്റെ വെളിച്ചം കൊടുക്കട്ടെ. ഞാൻ ഈ അടുത്തൊരു പ്രസംഗത്തിൽ സുബ്ഹാനല്ലാഹ് ചില ഇസ്ലാമിന്റെ വിരോധികൾ ഈ സുബ്ഹാനല്ലാഹ് വരുമ്പോൾ ശ്രദ്ധിച്ചോളൂ. അവിടെ ഇയാൾ കുഴങ്ങിയിട്ടുണ്ടാവും. ഇയാൾ പെടാന്ന് ഇയാൾക്ക് തന്നെ അറിയുമ്പോഴാണ് സുബ്ഹാനല്ലാഹ് വരല്. മനസ്സിലായില്ലേ? ശൈത്താനി മുസ്ലിയാർക്ക് സുബ്ഹാനല്ലാഹ് വരണമെങ്കിൽ ഇയാൾ പെട്ടു എന്ന് ഉറപ്പാണ്. ഒന്നുകൂടി മോനെ സുബ്ഹാനല്ലാഹ് കേൾപ്പിക്കും. ഞാൻ ഈ അടുത്തൊരു പ്രസംഗത്തിൽ സുബ്ഹാനല്ലാഹ് ചില ഇസ്ലാമിന്റെ വിരോധികൾ അവര് പറഞ്ഞു പള്ളിയിൽ വെച്ച് പണ്ഡിതന്മാര് അതേ ബൗദ്ധ വിശ്വാസികൾക്കെതിരെ ദ്വാരക്കാണ് എന്നിട്ട് അവര് തന്നെ ഉദ്ധരിച്ചു അതില്ല ശിർക്ക് വൽ മുശ്രിക്കീൻ എന്ന് ദുആ ചെയ്യുന്നു എന്ന് പറഞ്ഞു ഉദ്ധരിച്ചു. ഞാൻ അതൊരിക്കലും തന്നെ ബഹുദൈവ വിശ്വാസികൾ നശിപ്പിക്കാൻ വേണ്ടിയുള്ള പ്രാർത്ഥനയല്ല, അങ്ങനെ ആരും തെറ്റിദ്ധരിക്കാൻ പാടില്ല എന്നത് പറയുമ്പോ ആ അർത്ഥപ്രകാരം പണ്ഡിതന്മാരാരും അത് പ്രാർത്ഥിക്കാറില്ല എന്ന് പറയുന്ന സ്ഥലത്ത് ആ അർത്ഥപ്രകാരം എന്നുള്ളത് എന്റെ നാവ് കൊണ്ട് പറയാൻ വിട്ടുപോയി. സുബ്ഹാനല്ലാഹ്. അപ്പോഴേക്ക് ചിലർ അതിന്റെ മുകളിൽ പിടിച്ചുകൂടി. ഞാൻ അതിനെ സംബന്ധിച്ച് പിന്നീട് വിശദീകരണം നൽകിയിട്ടുണ്ട്. ഒരിക്കലും ബഹുദൈവ വിശ്വാസികളെ മൊത്തത്തിൽ നശിപ്പിക്കാൻ വേണ്ടിയുള്ള പ്രാർത്ഥനയല്ല. അപ്പൊ ആള് പറയുന്ന ആ അർത്ഥപ്രകാരം ഞാൻ വിട്ടുപോയതാണ്. വിടുന്നത് അത് ചേർത്ത. അല്ലെങ്കിൽ നിങ്ങൾ ആലോചിച്ച് നോക്കി, ഐസൽ ഇസ്ലാം വൽ മുസ്ലിമീൻ എന്ന് പറയാൻ പാടില്ല പറഞ്ഞപ്പോ ഇയാൾ പറയാം ആ അർത്ഥപ്രകാരം പറയാൻ പാടില്ല. ഇയാളെ വിഷയം എന്താ? തെറ്റിദ്ധാരണ ഉണ്ടാക്കുന്നതാണ്. തെറ്റിദ്ധാരണ ഉണ്ടാക്കുന്ന പറയുമ്പോൾ ആ അർത്ഥപ്രകാരം ഉദ്ദേശിച്ചിട്ട് കാര്യമുണ്ടോ? ഇപ്പൊ ഐസൽ ഇസ്ലാം വൽ മുസ്ലിമീൻ എന്നതാണ് പ്രശ്നമെങ്കിൽ ഒരു അമുസ്ലിം കേൾക്കുകയാണ്, ഇയാളെ ഭാഷയിൽ പറയാം. അമുസ്ലിമീങ്ങളാരും അങ്ങനെ വിചാരിക്കൂല. ഇയാൾക്ക് അതും അറിയില്ലല്ലോ. അപ്പോ ഐസൽ ഇസ്ലാം വൽ മുസ്ലിമീൻ. അപ്പൊ ഖത്തീബിന് എന്ത് പറയണം? ഐസൽ ഇസ്ലാം വൽ മുസ്ലിമീൻ എന്ന് ഞാൻ പറഞ്ഞത് പേരോട് പറഞ്ഞ ആ അർത്ഥത്തിലല്ല. അതും കൂടി ദുആയിൽ കൂട്ടണം. അല്ലാതെ ഐസൽ ഇസ്ലാം വരുന്നത് ആൾക്കാർക്ക് അറിയോ ഇവൻ എന്താ ഉദ്ദേശിച്ചത്? അത് കൂട്ടിക്കൊടുത്തോണ്ടാൽ ശരിയാവൂല. അത് കൂട്ടിക്കൊടുത്ത് അതിലേറെ കൊളാവും. ഏടിൽ നിന്ന് കണ്ട് ദ്വാരക്കുമ്പോൾ ആ അർത്ഥത്തിൽ ദ്വാരക്കാൻ പാടില്ല. എങ്ങനെ ദ്വാരുന്നാലും കേൾക്കണോൽക്ക് അർത്ഥം അറിയില്ലല്ലോ എങ്ങായി. അതല്ലേ ഇപ്പം എൻ്റെ പ്രശ്നം. യുക്തിവാദി കേൾക്കുന്നു. യുക്തിവാദിക്ക് മിമ്പറും വന്നത് കേൾക്കുമ്പോൾ ഇതേതാ നമ്മൾ ഉദ്ദേശിച്ചത് അറിയൂ. യുക്തിവാദി കൽബിനുള്ളിൽ അറിയണ. അപ്പോൾ പിന്നെ വീണ്ടും ഉരുണ്ടുരുണ്ട് അടുത്ത സ്റ്റെപ്പിലേക്ക് വീണ്ടും താന്നു ആള്. കഴിഞ്ഞിട്ടില്ല. ഇനി അടുത്ത വിശദീകരണം കേട്ടോളൂ. അതിൽ തന്നെ ഇയാളെപ്പോലെ അധപ്പതിച്ച ഒരു മനുഷ്യൻ ഈ നൂറ്റാണ്ടിലുണ്ടായിണ്ടാവില്ല. നേരെ ഒറ്റ വാക്കേ പറയേണ്ടിയുള്ളൂ, തെറ്റ് പറ്റിയതാണ്, ഞാൻ തിരുത്തുന്നു. അത് പറയില്ല. അതിനാണ് കെടുന്ന് വയലാണ്. ഇനി അടുത്തതും കൂടി കേട്ടോളി.
അതിന് അവർ ചൂണ്ടിക്കാണിക്കുന്ന ചില വാചകങ്ങളുണ്ട്. ആ വാചകങ്ങളുടെ ഒന്നും അർത്ഥം എല്ലാ ബഹുദൈവ വിശ്വാസികളെയും എന്നല്ല. മറിച്ച് ഞാൻ ഇവിടെ ഈ ആയത്തിനെ സംബന്ധിച്ച് പറഞ്ഞതുപോലെ കുല്ല മുശ്രിക്കിൻ എന്നോ കുല്ല കാഫിരിൻ എന്നോ അല്ല അവിടെ ഉള്ളത്. അവിടെയൊക്കെ ഉള്ളത് അൽ കാഫിരീൻ അല്ലെങ്കിൽ അൽ മുശ്രിക്കീൻ എന്നിങ്ങനെയുള്ള പ്രയോഗങ്ങളാണ്. ഈ പ്രയോഗങ്ങളുടെ അർത്ഥം മനസ്സിലാക്കാതെ ഉള്ള ആളുകളുടെ മുന്നിൽ വെച്ച് അവർക്ക് അതെടുത്ത് തെറ്റിദ്ധരിപ്പിക്കാൻ കഴിയുന്ന വിധത്തിൽ അത്തരം പ്രാർത്ഥനകൾ നടത്തുമ്പോൾ അവിടെ അതിന്റെ വിഷയം വിശദീകരിച്ച് മനസ്സിലാക്കി കൊടുക്കേണ്ട ബാധ്യത മുസ്ലിം പണ്ഡിതന്മാർക്കുണ്ട്. കുടുങ്ങി ഖുതുബയിൽ ഇനിയിപ്പോൾ എന്ത് ചെയ്യണം? അവിടെ സ്റ്റോപ്പ് ചെയ്ത് അതിന്റെ അർത്ഥം വിശദീകരിച്ചു കൊടുക്കണേലും. മാത്രല്ല ഇയാൾ പറഞ്ഞത് എന്താ? മുജാഹിദ് ഉണ്ടാക്കിയത് വേണമെന്നാ പറഞ്ഞത്. വിവരമുള്ള പോലെ ആരും ദ്വാരക്കൂലെന്നാ പറഞ്ഞത്. പറഞ്ഞത് തീരെ ഓർമ്മല്ല. അരണന്റെ ബുദ്ധി നന്ന് APLരോട് പറഞ്ഞ് ഇയാൾക്കാന്നാ എനിക്ക് തോന്നുന്നത് ഏറ്റവും ബെസ്റ്റ്. എന്തൊക്കെയാ പറഞ്ഞേ? ആ മുജാഹിദ് ഉണ്ടാക്കിയത് വിവരമില്ലാത്തോല്, അധികം വിവരമില്ലാത്തോല് തെറ്റിദ്ധാരണ ഉണ്ടാക്കി. ഈ തെറ്റിദ്ധാരണ ഉണ്ടാക്കാന്ന് പറഞ്ഞല്ലോ, അതിന് ഈ ഉദ്ദേശം പറഞ്ഞു കൊടുക്കാന്നൊന്നും പ്രായോഗികമല്ല. പേരോടെ ഖുതുബന്റെ ഇടയിൽ വടിയും പിടിച്ച് ഇത് നിൽക്കുമ്പോൾ ഐസൽ ഇസ്ലാം എന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ട്, അതിന്റെ അർത്ഥം എന്നതാണ്, ഇതും കൂടി പറഞ്ഞു കൊടുക്കാൻ പറ്റുമോ? ഏടുന്ന് എഴുന്നേറ്റ് വരിക. ലാസ്റ്റ് അയാളൊരു കാര്യം സമ്മതിക്കുന്നുണ്ട്. എന്താ അറിയോ? എൻ്റെ നാവ് ഇങ്ങനെ എപ്പോഴും പേച്ചു പോവാണ്. വിചാരിക്കുന്ന എല്ലാത്തിനും അയാൾ പറയുന്ന കുറച്ച് കാലമായിട്ട്. അല്ലേങ്ങൾ പറഞ്ഞ ഈ വിചാരിച്ചല്ല പറയാ, ഞങ്ങളെ മശായിഖ് തീരുമാനിക്കുന്നു. മനസ്സിലായോ? ഈ കളി അത് കാലഘട്ടത്തിന്റെ അസ്ഹാബുൽ വക്തുകളായ മശായിഖിനോട് വേണ്ട. ഒരു 10,000 കോടി മുസ്ലിം ജമാഅത്ത് വന്നാലും ഞങ്ങളെ മശായിഖന്മാരുടെ രോമമാവാൻ കഴിയില്ല. അയാൾ പറയുന്ന കേട്ടോളൂ. തന്നെ സൗഹാർദ്ദത്തിൽ ജീവിക്കുന്ന ആളുകൾക്കെതിരെയല്ല ആ പ്രാർത്ഥന എന്നത് ബോധ്യപ്പെടുത്താൻ വേണ്ടി ഞാൻ പറഞ്ഞ വാചകത്തിൽ ആ അർത്ഥപ്രകാരം പണ്ഡിതന്മാരാരും വിവരമുള്ളവരാരും പ്രാർത്ഥിക്കൂല എന്ന് പറഞ്ഞ അർത്ഥപ്രകാരം എന്നുള്ളത് ബാക്കിൽ വിട്ടുപോയി. അപ്പോഴേക്കും പണ്ഡിതന്മാരാരും അല്ലാഹുമ്മ അഇസ്സൽ ഇസ്ലാമ വൽ മുസ്ലിമീൻ വഅദില്ല ശിർക വൽ മുശ്രിക്കീൻ എന്ന് ദുആർക്കുല എന്നാ പറഞ്ഞത് എന്നും പറഞ്ഞിട്ട് കുറെ ആളുകൾ സുബ്ഹാനല്ലാഹ് അതും കൊണ്ട് ഒച്ചപ്പാടുണ്ടാക്കി നടക്കുകയാണ്. വാസ്തവത്തിൽ അങ്ങനത്തെ പ്രാർത്ഥന ഞാൻ തന്നെ എന്റെ ജീവിതത്തിൽ പ്രാർത്ഥിച്ചിട്ടുണ്ടാവും. പക്ഷേ അവിടെ ഒരിക്കലും മൊത്തം അമുസ്ലിം സഹോദരന്മാർക്കോ അതില്ലാന്ന് അവിടെ പ്രശ്നമില്ലല്ലോ. അമുസ്ലിമീങ്ങൾ വരെ അത് വിചാരിക്കുന്നത് അയ്യുണ്ടാക്കിയതാണ്. അങ്ങനെ ഒരു തെറ്റിദ്ധാരണ ലോകത്തില്ല. ഇല്ലാത്ത ഒന്നിനെ ഉണ്ടാക്കി ആളാവാൻ നോക്കിയതാ. നശിച്ച് എല്ലാം അടങ്ങി. അടുത്തുകൂടി വെക്കുക പറയട്ടെ. അൽഹംദുലില്ലാഹ് ഞാൻ വഅദ് പറഞ്ഞിങ്ങനെ പോകുന്നു 45 കൊല്ലത്തോളായി. സുഹൃത്തുക്കളെ, വഅദ് പറയുമ്പോ പ്രസംഗമല്ലേ, വഅദല്ലേ, നാവ് കൊണ്ട് സംസാരിക്കല്ലേ. മുമ്പൊരാൾ പറഞ്ഞു, അതെ, വെള്ളത്തിലെ തോണിയും അതേപോലെ തന്നെ വായിലെ നാവും ചിലപ്പം വിചാരിച്ച പോലെ ആവില്ല. അത് സംഗതി ശരി തന്നെയാണ്. അത് ചിലപ്പോൾ വിചാരിച്ച പോലെ ആവില്ല. സംസാരത്തിൽ ചിലപ്പോൾ പാളിച്ചകൾ വരും, സ്വാഭാവികം. അതാണ് ഇപ്പോഴാണ് അതിൻ്റെ ഒരു ചെറിയ കറക്റ്റ് ഭാഗം പറഞ്ഞത്. വിശദീകരിച്ച് പറയുന്നുണ്ട്. അതായത് വെള്ളത്തിലെ തോടിയും പിന്നെ വായയിലെ നാവും. അത് പറയുമ്പോൾ തന്നെ പേച്ചു എന്നാണ്. വായയിലെ തോണിയും വെള്ളത്തിലെ നാവുന്നായി. അത് അപ്പം ആ ഉദാഹരണം പറഞ്ഞിട്ട് ഇയാൾ പറയുന്നുണ്ടെന്ത്, എന്താ ചെയ്യാ? ഇപ്പം വിചാരിച്ചതല്ല നാവുന്ന് വരുന്നത്, പാളിച്ചകൾ ഇങ്ങനെ വരികയാണ്. പാളിച്ച അത്രയും വന്നിട്ടും കിടന്ന് ഉരുളല്ലേ? അല്ല, ബോധ്യപ്പെട്ടതല്ലേ പറയുള്ളൂ. നിങ്ങള് അതൊന്നുകൂടി കേൾപ്പിക്ക്. ബോധ്യപ്പെട്ടതേ പറയൂ എന്നുള്ളതിൽ വിടണ്ട, ആവട്ടെ. പക്ഷെ ഒരു കാര്യം പറയാൻ ധൈര്യമുണ്ട്. അതെന്താണ്? അല്ലാഹുവിന്റെ ദീൻ ജനങ്ങളോട് പറയുമ്പോൾ നമുക്ക് സത്യമാണെന്ന് ബോധ്യപ്പെട്ടതല്ലാതെ ജീവിതത്തിൽ പറഞ്ഞിട്ടില്ല. 45 വർഷമായി അല്ലാഹുവിന്റെ തൗഫീഖ് കൊണ്ട് ഞാൻ പ്രസംഗിക്കുന്നുണ്ട്. ഇന്നേവരെ ഹഖാണെന്ന് ബോധ്യപ്പെട്ടതല്ലാതെ ജനങ്ങളോട് പറഞ്ഞിട്ടില്ല. തെറ്റാണെന്ന് ബോധ്യപ്പെട്ടതിനെയില്ലാതെ വിമർശിച്ചിട്ടില്ല. അത് ധൈര്യത്തോടെ പറയാൻ കഴിയും. എന്ത് ധൈര്യം? പച്ച നുണയല്ലേ ആ വളമ്പിള്. അപ്പൊ നോക്കി നിങ്ങൾ, ഒരു ഐസൽ ഇസ്ലാമ വൽ മുസ്ലിമീൻ ഇപ്പോഴും ആശയത്തിലാണ് നിൽക്കുക. ആ തെറ്റിദ്ധാരണ ഉണ്ടാക്കുന്ന പറയാൻ പാടില്ല. പറയുകയാണെങ്കിൽ വിശദീകരിച്ചു കൊടുക്കണം. അങ്ങനെ വിശദീകരിച്ച് പറയാനാവില്ല. ദുആ അല്ലേ?
അള്ളഹാനോട് ഇപ്പോൾ പറയേണ്ടിയില്ലല്ലോ. അള്ളഹാനോട് ഇപ്പോൾ അള്ളാ ഈ അർത്ഥത്തിലാട്ടോ ഞാൻ ദ്വാരന്ന് അള്ളഹാനോട് പറയണ്ടില്ല. പിന്നെ ഈ തെറ്റിദ്ധരിക്കുന്ന യുക്തിവാദിനോടാ പറയേണ്ടി. ആ ഖുതുബന്റെ ഇടയിൽ ചേർന്ന് പറയാനാ? പെട്ട് ഉരുണ്ട് ഒരു കളിപ്പാവയാണ് ഫി അഖ്ലിഹി ഷൈഉൻ, അന്തല്ല എന്ന് ലോകര മുമ്പിൽ വെളിവായി. ഇങ്ങനെ ഉണ്ടാവും മശായിഖിനോട് കളിച്ചാൽ. മശായിഖന്മാരോട് കളിച്ചതിൻ്റെ തിക്തഫലം. ഇയാളാണത്ര യാത്രൻ്റെ ഉപനേതാവും. എങ്ങനെ ഉണ്ടാവും? യാത്ര കഴിയുമ്പോഴേക്ക് ഇപ്പം എന്താകുക? അതിനാണ് വിഷയം മാറ്റാനൊക്കെ ശ്രമിച്ചത്. ഒരു വിഷയം മാറൂല. അഇസ്സൽ ഇസ്ലാമിലും ഇബ്നു തൈമിയയിലും ഇസ്തിഗാസ അടക്കമുള്ള നിങ്ങളുടെ മാറ്റത്തിലുമായി നിങ്ങളെ കെട്ടിയിടുക തന്നെ ചെയ്യും.